ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മെഷീൻ കവർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മെഷീന്റെ അളവുകളാണ് ഒന്ന് അളന്നെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് അളന്നെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ വിഡ്ത്ത് ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 14.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, അതായത് 14.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിലൊരു ഗ്യാപ്പ് വേണം, അതായത് ഈ ഒരു മെഷീൻ്റെ സൈഡിലൊരു എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മേലത്തെ വിഡ്ത്ത് കൂടി ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം എടുക്കാം, അതല്ലെങ്കിൽ കറക്റ്റ് എത്രയാണ് കിട്ടുന്നത് അതെടുക്കാം. ഞാനിവിടെ 16 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് അളന്നെടുക്കാം. 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇതിന്റെ സൈഡിലത്തെ ഒരു വിഡ്ത്താണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. മേലത്തെ വിഡ്ത്ത് 4 ഇഞ്ചാണ്. താഴത്തെ വിഡ്ത്ത് 6 ഇഞ്ചാണ്. അപ്പൊ ഈ ഒരു മെഷർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ മെഷർമെന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ ലെങ്ത്, പിന്നെ സൈഡിലത്തെ 2 വിഡ്ത്തും. ഇനി നമുക്ക് തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തതാണ് ഈ ക്ലോത്തിനെ. 2 ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പൊ അതിനുശേഷം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്. ഇനി ഞാനൊരു 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മെഷീന്റെ സൈഡിലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതായത് 4 ഇഞ്ച് കിട്ടിയത്, ആ ഒരു 4 ഇഞ്ചിന്റെ പകുതിയാണ് 2 ഇഞ്ച്. അത് നമ്മൾ ഇതോടൊപ്പം തന്നെ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ഇഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫോൾഡ് ചെയ്തിട്ടുള്ള ലെങ്ത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്ര ലെങ്ത് മാത്രമേ നമുക്ക് ഫാബ്രിക്കിന് വേണ്ടൂ. ഇനി നമുക്ക് ഇതിന്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത അളന്നെടുത്ത വിഡ്ത്ത് 16 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം സീം അലവൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം.
നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിടുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതെ കാണാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് സൈഡിലത്തെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നിനു മീതെ മറ്റൊരു പീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് എഡ്ജ് ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. നമുക്ക് താഴെ നമ്മുടെ താഴത്തെ സൈഡിലത്തെ പോർഷന്റെ ആ ഒരു വീതി എത്രയാണോ അത് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. അതായത് 6 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 7 ഇഞ്ച് ആവും. ഇനി നമുക്ക് ഈ 7 ഇഞ്ചിന്റെ മിഡിൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ത്രീ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേലെ നമുക്ക് സെയിം മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ഈ സെന്ററിൽ വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് താഴത്തെ സെയിം ആ ഒരു വിഡ്ത്ത് തന്നെയാണ്. പക്ഷെ മേലെ വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ആ 4 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ 2.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലൈന് വരഞ്ഞു കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ ഒന്ന് നോച്ച് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മുടെ ഫാബ്രിക് മെയിൻ ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് താഴത്തെ എഡ്ജ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സൈഡിലത്തെ 2 പീസിന്റെ താഴത്തെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലെ മാർക്കിംഗ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ സൈഡിലത്തെ പീസിന്റെ മാർക്കിംഗ് കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഫേസ് ടു ഫേസ്, അതായത് നമ്മുടെ നല്ല വശം ടു നല്ല വശം ആക്കിയിട്ട് എന്നിട്ട് ഇതിന്റെ 1/2 ഇഞ്ച് ഇപ്പുറത്ത് വിട്ടിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ എഡ്ജിൽ എൻഡിലെത്തുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അടിയിലത്തെ പീസിൽ ഒരു കട്ട് കൊടുക്കണം. അതായത് ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് എടുത്തിട്ട്, അപ്പൊ നിങ്ങൾ ഇത് സൂചി കുത്തിയെടുത്ത് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചത്. അതിന്റെ അടിയിൽ നമുക്കൊരു കട്ട് കൊടുക്കാം, ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു കട്ട് കൊടുക്കാം. അതായത് ഈ ഒരു കോണായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഈ ഒരു വലിയ പീസ് കൂടി അതിന് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക, എന്നിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക. രണ്ട് സൈഡും ലെവലായിട്ട് വരും. ഇനി നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നും വീണ്ടും ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ അവിടെ ഒരു കട്ട് കൊടുത്തിട്ട് തന്നെ തുടങ്ങാം, എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ആയിട്ട് വരുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സ് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു കവറായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ കവർ കാണാനായി. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ എപ്പോഴും സെക്യൂർഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, പൊടിയൊന്നും കടക്കാതെ. വേണേൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കാം. ഈ ഒരു നൂലിടുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇവിടെ ഹോള് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ അങ്ങനെ ഹോളൊന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ ഉണ്ടാക്കിയത്, മെഷീനിൽ പൊടിയൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഹോള് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിലൂടെ പൊടി പോവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഹോളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പൊ എല്ലാപ്പോൾ നമ്മളുടെ മെഷീൻ ഒന്ന് സെക്യൂർഡ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും മെഷീനിൽ നമ്മൾ എപ്പോൾ എങ്ങനെയായാലും പൊടി കടക്കും. അപ്പൊ പൊടി കടന്നു കഴിഞ്ഞാൽ മെഷീൻ വല്ലാതെ കേടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കവർ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മെഷീൻ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈസിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.